തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലത്ത് വിജിലൻസ് കോടതി ജഡ്ജിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധന നടത്തി. തുടർന്നാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ മോഹിതിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്താണ് ജഡ്ജിയുടെ തീരുമാനം എന്നുള്ളത് വ്യക്തമാകും. റിമാൻഡിലേക്കാണോ അതോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. രാജ്കുമാർ നൽകുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തെ റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം തന്ത്രിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ SIT കണ്ടെത്തിയിരിക്കുന്നു. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് തന്ത്രിക്കെതിരെ വന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ ദേവമുദ്രകളുമടക്കം ക്ഷേത്രത്തിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുന്നത് വളരെ കൃത്യമായി തന്നെ തന്ത്രിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, അല്പസമയത്തിനകം തന്നെ തന്ത്രിയുടെ കാര്യത്തിൽ ജഡ്ജിയുടെ തീരുമാനം അറിയാൻ കഴിയും. എന്തൊക്കെയാണ് സാധ്യതകൾ? ഇത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രിയുടെ അഭിഭാഷകർ അകത്ത് പോയിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഇതിനകത്ത് ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പുകൾ അവർക്കും ലഭ്യമായിട്ടുണ്ട്. ഇതിൽ ഈ ചാർജ് ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തതയുണ്ട്. എന്തായാലും ഇതിലൊക്കെ ഈ ആരോപണങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആചാരലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഏറെ പ്രസക്തമായത്. ഇതിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. തന്ത്രി ആചാരലംഘനത്തിന് കൂട്ടുനിന്നു. ആചാരലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിദ്യകൾ പ്രകാരമാണ്, പാലിക്കാതെയാണ്. ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. പാളികൾ കൊണ്ടുപോകുവാൻ കുറ്റകരമായ മൗനാനുവാദം നൽകി എന്ന് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തന്ത്രിയിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. ആചാരലംഘനത്തിന് കൂട്ടുനിന്നു എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പ്രകാരമാണെങ്കിൽ അത് വിശ്വാസികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഒരിക്കലും ഇത് വിശ്വാസികൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. എപ്പോഴും ആചാരപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് എന്തിനു കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം ഇപ്പോൾ സമൂഹമാകെ ഉയർന്നു വരികയാണ്. ഇത് SITയുടെ ഇക്കാര്യത്തിലുള്ള കണ്ടെത്തലുകളും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. SIT സംഘം ഈ തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് അദ്ദേഹം നൽകിയിരുന്ന മൊഴി ഇതെല്ലാം പിന്നീട് പല വിധത്തിലും അവർ അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ ആ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. അത് പിന്നീട് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഏറ്റവും ഒടുവിൽ ഈ അറസ്റ്റിലേക്ക് നീങ്ങിയതും. കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ SIT പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കോടതിയുടെ കൂടി അനുവാദം വാങ്ങിയിട്ടായിരിക്കണം ഈ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സുപ്രധാനമായ ഒരു നീക്കം കൂടിയാണ് SITയുടേത്. ഉന്നത തലങ്ങളിലേക്ക് ഇത് എത്തിച്ചേരണമെന്ന് ഹൈക്കോടതി നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇനി ഈ ഉന്നതങ്ങൾ എന്ന് പറയുമ്പോൾ ഇതും തന്ത്രിയും അതിൽ പെടും. അതൊക്കെയാണ് ഇനി ഇതേറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ആ ഉന്നതങ്ങൾ എന്ന് പറയുമ്പോൾ അതിലേറ്റവും ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത പദവിയിലുള്ള ആൾ അല്ലെങ്കിൽ ആചാരപരമായ ഉന്നത പദവിയിലുള്ള ആൾ എന്ന് പറയുമ്പോൾ അത് തന്ത്രി തന്നെയാണ്. ആ തന്ത്രിയിൽ നിന്ന് തന്നെ ആചാരലംഘനം നടന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. സമയം